പോലെ തന്നെ മറ്റുള്ള സ്വാധീനിക്കുന്ന നിരവധിയാണ്. എന്നാൽ മൺമറഞ്ഞു പോയാലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അസാധാരണ വ്യക്തിത്വം കാഴ്ചവെച്ചവരാണ്. വിശുദ്ധാത്മാക്കളെല്ലാം ആ ഗണത്തിൽ പെടുന്നവരാണ്. മരിച്ചാലും അവർ മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കും. ദൈവം ദാനമായി നൽകിയ ജീവിതം അനശ്വരമായ നിത്യജീവന്റെ ഇഴകൾ കൊയ്തെടുക്കാൻ വിനിയോഗിച്ച വിവേകമതിയുടെ കന്യകയാണ് ദേവദാസി കൊലയത്താമ്മ. ക്രൂശിതനെ അതിരറ്റ് സ്നേഹിച്ച് ക്രൂശിതന്റെ പീഡകളാണ് തന്റെ ഓഹരിയെന്ന് വിശ്വസിച്ച ഏകാന്ത നിമിഷങ്ങളെ ക്രൂശിതനോടുള്ള പ്രണയ സലാപമാക്കി മാറ്റി മണികൊന്നരെ മാണിക്കാം. സഹനത്തിന്റെ വിശുദ്ധ സാധ്യതകൾക്ക് മുമ്പിൽ സ്നേഹപരിസരം ആമേനായ തപസ്വിനി. അതാണ് ദേവദാസി കൊലയത്താമ്മ. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നത് വിശുദ്ധരാകും. മൗനത്തിന്റെ ഇടനടിയിൽ വാചാലമാകുന്ന ഈശ്വരത്തിന്റെ തൊട്ടുറിഞ്ഞവനാണ് കൊലയത്താമ്മ. മൗനത്തെ മാനിക്കാതെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ പിന്നാലെ അരക്കം പായുന്ന ആധുനിക മനുഷ്യന് അമ്മയുടെ ജീവിതം ഒരു വെല്ലുവിളിയായി തീരുന്നു. ദൈവകാരുണ്യത്തിലെ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയവനാണ് കൊലയത്താമ്മ. അതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ മണവാളനെ വേണം, ഈശോയ്ക്ക് കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അവർ വാശി പിടിച്ചത്. ഈശോയുടെ നിഷ്ഠതയാകാനുള്ള സ്വപ്നത്തിന് രോഗം തടസ്സമായി ഇപ്പോൾ പ്രായശ്ചിത്ത പ്രവർത്തികളും പ്രത്യേക കൃത്യങ്ങളും സുഹൃതങ്ങളായി നാം സമർപ്പിച്ചു. ജീവിതത്തിലെ പരിവർത്തി യാഥാർത്ഥ്യങ്ങളെ ഉയർച്ച താഴ്ചകളെയും സഹനങ്ങളെ ക്രൂശിതനെ കയ്യിപ്പായി സ്വീകരിച്ച് കൊലയത്താമ്മ നമുക്കെന്നും വിശുദ്ധിയിൽ ജീവിക്കാൻ വഴികാട്ടിയാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ വിശ്വസ്തയോടെ നിർവഹിച്ചവർ, നിസ്സാര കാര്യങ്ങളിലും മധ്യസ്ഥയെന്ന് സ്വയം വിശേഷിപ്പിച്ച് കുരിശിൻ നിഴലിൽ ആയിരിക്കാൻ ആഗ്രഹിച്ചവർ, എല്ലാ കൊടുങ്കാറ്റിന്റെ അപ്പുറത്തേക്ക് നോക്കിയത് കർത്താവാണെന്ന് വിളിച്ചു പറയുന്നവർ, എവിടെയും ദൈവകാരം കാണാനുള്ള വിനയം ആർജിച്ചവർ. ഇപ്രകാരമുള്ള കൊലയത്താമ്മയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വിശുദ്ധയിലേക്കുള്ള വഴികാട്ടി. തിരുസഭയോടും സന്യാസി ജീവിതത്തോടും അതീവ വിശ്വസ്തത പുലർത്തിയ കൊലയത്താമ്മ അമ്മയുടെ ജീവിതം എല്ലാവർക്കും ഒരു കെടാവിളക്കത്രേ. കൊലയത്താമ്മ പോലെ സകലത്തിൽ മഹത്വം ദർശിച്ച് ഉന്നതങ്ങളിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് വിശുദ്ധയിൽ ജീവിക്കാൻ നല്ല ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.